രനെ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ, പരനെ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ, ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഗതിയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ ഒരു നല്ല സാവകാശം തന്നതാർത്ത് സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ നല്ല ദിവസം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളും ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ വിഷയത്തെ അറിയുന്ന നല്ലവനായ കർത്താവ്, അത്ഭുതങ്ങളെ ചെയ്യുവാൻ മനസ്സലിവും കഴിയുമുള്ള കർത്താവ്, ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് അത്ഭുതത്തിൻ്റെ ദൈവമാ, മനസ്സലിയും കരുണയുമുള്ള ദൈവമാ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി തരും. ഞങ്ങളതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന മക്കളെ, ഞങ്ങളായിരിക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്നുവരെയും സമാധാനവും സന്തോഷവും സൗഖ്യമൊക്കെ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെ നിന്നു. വീഴാതെ താഴാതെ ഞങ്ങളെ കരം പിടിച്ച് നടത്തി. അതെല്ലാം ഓർത്ത് ഉള്ളം നിറഞ്ഞ് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. നല്ല ജയം നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ബുദ്ധി, ജ്ഞാനവും ഓർമ്മയൊക്കെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അരുതാത്തതിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ. തമ്പുരാനോട് ചേർന്ന് നടക്കുന്ന കുഞ്ഞുങ്ങളാക്കിയവരെ തീർക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും പേരുപേരായിട്ട് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിൻ പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും പ്രൊമറ്റി പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന ജീവിതങ്ങൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ, മെഡിക്കൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ, കർത്താവ് എന്നിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. PR ലഭിക്കേണ്ട ജീവിതം ഒക്കെ ഉണ്ട്. എല്ലാവരെയും കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എവിടെയായിരുന്നാലും ഉള്ളതുപോലെ അറിയാവുന്നവൻ അവിടുന്ന് അവരുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്നത് എൻ്റെ അപ്പനോട് ചേർന്ന് നടന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഓരോ മക്കളും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ചോദിച്ചു വാങ്ങിപ്പാൻ അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ പേരുപേരായി സമർപ്പിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. കർത്താവ്, ജോലി ആവശ്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളെ പ്രത്യേകിച്ച് ഏൽപ്പിക്കുന്നു. നാഥ, നീ അവരെ സഹായിക്കണമേ. വഴിവാതിൽ തുറക്കണമേ കർത്താവേ. അവിടുന്ന് അനുഗ്രഹങ്ങളെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആണും പെണ്ണുമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുത വഴി ഈ ഓഗസ്റ്റ് മാസത്തിൽ തുറന്നു കൊടുത്ത് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ്, വിവാഹം ആവശ്യമുള്ള കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ആണും പെണ്ണുമായ മക്കൾക്ക് തക്ക തുണയൊരുക്കണം. അവരുടെ വിവാഹം നടക്കണം. എൻ്റെ കർത്താവ് അതിന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ടപ്പാ, തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഉള്ളംകരത്തിൽ വഹിച്ചോണേ കർത്താവേ. സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയം കുടുംബജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാത്ത അനേക പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവേ. പ്രത്യേകിച്ച് പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുണ്ട്. നീ ഉള്ളതുപോലെ കാണുന്ന ദൈവമാ കർത്താവേ. സമാധാനപരമായി ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഭിന്നതകളും അസൂയകളും പകകളും വിദ്വേഷങ്ങളും ഒക്കെ മാറിപ്പോകട്ടെ കർത്താവേ. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. മാതാപിതാക്കളൊക്കെ സ്നേഹമായി സൗമ്യമായി തൻ്റെ മക്കളോടൊക്കെ ഇടപെടുവാൻ ഇടയാക്കണമേ കർത്താവേ. ദൈവസ്നേഹത്തിലെല്ലാം ഹല്ലേലൂയ ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും അവിടുത്തെ സമാധാനം നൽകിക്കാട്ടെ. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിൽ കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ടപ്പാ. ലഹരിക്ക് അടിമപ്പെട്ട അനേക കുടുംബങ്ങൾ തകർന്നിരിക്കുക കർത്താവേ. അനേക മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾക്ക് അരയുക കർത്താവേ. അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ കർത്താവേ. രൂപാന്തരപ്പെടുത്തണമേ നാഥ. മദ്യപാനികളോട് മനസ്സറിയണമേ കർത്താവേ. പൂർണ്ണമായും ഈ ലഹരി പദാർത്ഥം ഈ ലോകത്തിൽ നിന്ന് മാറിപ്പാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികാരികളോടൊക്കെ എൻ്റെ കർത്താവ് ഒന്ന് സംസാരിച്ചാട്ടപ്പാ, അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, യാത്ര പോകുന്നവരെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ യാത്രകളിൽ കർത്താവ് കൂടെയിരിക്കണേ. ആപത്തനത്തിൽ നിലവരെ വിടുവിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക.
എല്ലാ വാഹനാപകടങ്ങളിൽ നിന്നും ഓരോ മക്കളെയും വിടുവിച്ചോണേ അപ്പാ. ഞങ്ങളുടെ ഉപജനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പൊന്നുകരം ചാർത്ത് വയ്ക്കണേ, ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ എല്ലാവരെയും കാത്തോളണേ. ആരുടെയും മുന്നിൽ കൈനീട്ടുവാൻ തലകുനിക്കുവാൻ അനുവദിക്കല്ലേ കർത്താവേ. വേണ്ടുന്നെല്ലാം കൊടുത്ത് ഓരോ നിമിഷം എല്ലാവരെയും പോറ്റി പുലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച ദൈവം, വലിയൊരു ശേഷിപ്പ് നൽകിയ ദൈവം, എല്ലാ മക്കളുടെ ഉപജനമാർഗത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് കാത്തോണേ അപ്പ. ആരോഗ്യം ബലവും കൊടുക്കണമേ. സമാധാനത്തിൽ കാത്തോണേ അപ്പ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിച്ചാട്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ നന്മകൾ അനുഗ്രഹങ്ങൾ ഈ പുതുവർഷകാലം കൊടുത്ത് സഹായിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവേ, ഭവനമില്ലാത്ത മക്കളുണ്ട്, അവർക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണം. ഭവനം പണിയുന്ന മക്കളുണ്ട്, അത് പൂർത്തീകരിച്ച് പാർക്കണം. കടഭാരമുള്ള മക്കളുണ്ട്, അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും ക്രിസ്തുവേശി തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ് അപ്പാ, അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹാലലുയ്യ കർത്താവേ, ഹാലലുയ്യ. ദൈവമായ കർത്താവേ, അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ. എന്നോട് പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഉള്ളതുപോലെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. ആണും പെണ്ണുമായ മക്കളുണ്ടപ്പാ, നീ അവിടുന്ന് കരുതണമേ, അവരെ സഹായിക്കണമേ. അവരുടെ ഭാവിക്ക് വേണ്ടി ഹല്ലിൽ സ്വർഗം കരുതിക്കൊള്ളണമേ. സമാധാനത്തിന് വേണ്ടി സ്വർഗം കരുതിക്കൊള്ളുമാറാകണമേ. സൗഖ്യത്തിന് വേണ്ടി എൻ്റെ സ്വർഗം ചെയ്യണമേ അപ്പാ. മാനസികമായ അസ്വസ്ഥതകൾ കൂടിയൊക്കെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. ആമേൻ. കർത്താവ് കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. കർത്താവേ, സൗകര്യസ്ഥാനത്ത് ജോലി ലഭിക്കേണ്ട ജീവിതമുണ്ട്. ദൈവം കരുതണമേന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. രോഗികൾക്ക് വൈദ്യനങ്ങ, രോഗം നീക്കുന്ന മരുന്നങ്ങ, മനസ്സലിവും കരുണയുമുള്ള ദൈവം അവിടുന്ന്. ആണിപ്പഴുതുള്ള കരമൊന്ന് തൊട്ടാൽ മതി, ഓരോ മക്കൾക്ക് സൗഖ്യമുണ്ടാകും. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ വരുന്ന കുഴപ്പമുള്ളവർ, ആമേൻ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയും ഉള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ കർത്താവേ, മാനസികമായ അസ്വസ്ഥതകളിൽ കൂടി കടന്നു പോകുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കഴിയുന്ന ജീവിതങ്ങൾ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, എൻ്റെ കർത്താവെ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, ആമേൻ കർത്താവെ, ഫിക്സിൻ്റെ രോഗത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരെ ഒക്കെ കർത്താപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചു തരിക കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഹല്ലേലൂയ കർത്താവേ, ഓരോ മക്കളെയും കാണുന്ന ദൈവമാണ്. അങ്ങ് അവിടുന്ന് സൃഷ്ടിതാവാകിയാൽ സ്തോത്രം. എൻ്റെ അപ്പന് കഴിയാത്തത് ഒന്നുമില്ലല്ലോ കർത്താവേ. കരയുന്ന കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ, വേദനിക്കുന്നവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നവർ, ഡെലിവറി റൂമിലായിരിക്കുന്നവരൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പായെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ സമയം വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്, അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം ഓരോ കുടുംബത്തിനും നൽകി, ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും നൽകി, മുൻപോട്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ കാത്തോണേ, അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്ന ദൈവമേ, യുവതി യുവാക്കന്മാരെ പരിപാലിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തിത്തരുന്ന കർത്താവേ, ഓരോരുത്തരെയും അറിഞ്ഞ് സഹായിക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തോണേ. സുശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. എല്ലാ രാജ്യങ്ങളെയും കാത്തുകൊള്ളണമേ കർത്താവ്. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണം. സമാധാനം നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ രാജ്യങ്ങളെയെല്ലാം സമാധാനത്തോടെ കാത്തോണേ. ദൈവമായ കർത്താവേ, അവിടുത്തെ ദിവ്യസമാധാനം ഞങ്ങൾക്ക് തരണം. കരം പിടിച്ച് ഞങ്ങളെ നടത്തണം. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.